ഹായ് ഗായ്സ്, ഇന്ന് ഞങ്ങൾ ബാംഗ്ലൂർ എക്സ്പ്ലോർ ചെയ്യാനുള്ളൊരു പരിപാടിയായിരുന്നു. ഞങ്ങളുടെ കുറച്ച് റിലേഷൻസ് കേരളപുരത്തുണ്ട്. അപ്പോൾ അവരുടെ അടുത്തേക്ക് പോകാൻ ബസ് വഴി പോവുകയാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായെന്നുകൊണ്ട് ഞങ്ങൾ കർമ്മിലാരം റെയിൽവേ സ്റ്റേഷൻ, ഞങ്ങൾ താമസിക്കുന്നതിനടുത്തുള്ള കർമ്മിലാരം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കയറി ബാനസവാടിക്ക് ടിക്കറ്റ് എടുത്ത് 30 രൂപ ഒരാൾക്കേ വരുന്നുള്ളൂ. ബസ്സാണെങ്കിൽ നമുക്ക് അതിനേക്കാൾ ടൈം എടുക്കുന്നുള്ളതിനെ കൊണ്ട് വളരെ പെട്ടെന്ന് ഞങ്ങൾക്ക് ബാനസവാടി എത്താൻ വേണ്ടിയിട്ട് ഈ ട്രെയിനിൽ കയറി ബാനസവാടി റെയിൽവേ സ്റ്റേഷനിലേക്ക് ഉള്ള യാത്രയിലാണ് ഞങ്ങൾ ഇരിക്കുന്നത്. ഇവിടെ വെച്ച ഈ ഫയർ ബക്കറ്റിൽ അവിടുത്തെ നായ്ക്കൾ, റെയിൽവേ സ്റ്റേഷനിലുള്ള നായ്ക്കൾ ചൂടുകൊണ്ട് അവിടെ നിന്നാണ് വെള്ളം കുടിക്കുന്ന കാഴ്ച കണ്ടത്. അവർക്ക് കറക്റ്റ് ഇതിനെപ്പറ്റി അറിയാം. ഇവിടുന്ന സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ഇവിടെ വെള്ളം കിട്ടുന്നുണ്ട്, അവരത് ആസ്വദിച്ച് കഴിക്കുന്നുണ്ടായിരുന്നു. നോക്കുമ്പം ഇതേപോലെ തന്നെ വേറൊരു നായും ഓടി വന്ന് കുടിക്കുന്നതായിട്ട് ഞങ്ങൾ കണ്ടു. അങ്ങനെ ഞങ്ങൾ ട്രെയിൻ വന്ന് ഞങ്ങൾ അതിൽ യാത്ര തുടർന്ന് ബാനസവാടി റെയിൽവേ സ്റ്റേഷനടുത്തേക്ക് എത്തി. അവിടെ ഞങ്ങൾ റിലേറ്റീവ് അവിടെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അവരുടെ കൂടെ ഞങ്ങൾ KR പുരത്ത് അവരുടെ വീട്ടിൽ പോയി അവരുമായി സംസാരിച്ച് അതിനടുത്തുള്ള വേറൊരു വീട്ടിലേക്കും കൂടി പോയി അവിടുന്ന് തിരിച്ച് ഞങ്ങൾ മെട്രോ വഴി ഇസ്കോൺ ടെമ്പിളിലേക്ക് പോകാൻ വേണ്ടി മഹാലക്ഷ്മിയിലേക്ക് കയറി. അവിടെ പിങ്ക് ലൈന്, ഗ്രീൻ ലൈൻ, അങ്ങനെ കുറേ സംവിധാനങ്ങളാണ് അവിടെ ഉള്ളത്. അപ്പോൾ നേരിട്ട് ടിക്കറ്റ് എടുക്കെങ്കിലും മഹാലക്ഷ്മി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പിങ്ക് ലൈനിൽ നിന്ന് മാറിയിട്ട് ഗ്രീൻ മെട്രോയിലേക്ക് മാറി കയറണം. എന്നിട്ട് മഹാലക്ഷ്മി എന്ന സ്ഥലത്ത് അവിടെ ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടുന്ന് വലത്തോട്ടേക്ക് നീങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഇസ്കോൺ ടെമ്പിൾ ആയി. ഇസ്കോൺ ടെമ്പിളിൽ ഞങ്ങൾ അവിടെ കയറി കംപ്ലീറ്റ് അവിടെയുള്ള എല്ലാ കാഴ്ചകളും കണ്ട്. അതിനുള്ളിൽ വീഡിയോ അലൗഡ് അല്ലാത്തതിനാൽ കൂടുതൽ പ്രതിഷ്ഠ അതിനെ എടുക്കാൻ ബുദ്ധിമുട്ടാണ്. അവിടേക്ക് പോകുന്ന വഴിയാണിത്. ആൾക്കാർക്ക് ക്യൂ നിന്ന് പോകാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ പോയെന്ന് വലിയ തിരക്കില്ലാത്തതിനാൽ ഞങ്ങൾക്ക് വളരെ സൗകര്യമായി അവിടെ തൊഴാനും മറ്റുള്ള കാര്യങ്ങൾക്ക് സമയം കിട്ടി. 2 മണിക്ക് മുമ്പായിട്ട് നിങ്ങൾ അവിടെ ചെല്ലുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഫ്രീ ഉച്ചയ്ക്കുള്ള ഭക്ഷണം അവിടെ കിട്ടും. ഞങ്ങൾ ചെല്ലുന്നത് കുറച്ച് ലേറ്റായി പോയതുകൊണ്ട് ഞങ്ങൾക്കത് കഴിക്കാൻ പറ്റിയില്ല. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് മടങ്ങി. ഞങ്ങളവിടെ മോഷ് മരഡീസ് എന്ന് പറഞ്ഞിട്ടുള്ള പൊറോട്ട, സ്റ്റഫ്ഡ് പൊറോട്ടേൻ്റെ ഓത്തൻറ്റിക് സ്ഥലമായിട്ടുള്ള അവിടെയാണ് ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെ പോയത്. വളരെ നല്ലൊരു ഭക്ഷണമായിരുന്നു. ഈ റേറ്റാണ്. അതിൽ ക്യൂൻ സൈസ്, കിങ് സൈസ് എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാ വെറൈറ്റി സാധനങ്ങളും ഉണ്ട്. ഞങ്ങളതാണ് എല്ലാ ഡിന്നറിനെ എക്സ്പ്ലോർ ചെയ്തത്. നല്ല ഒരു അന്തരീക്ഷമുള്ള ഹോട്ടലാണത്. ഞങ്ങൾ ഓർഡർ ചെയ്ത സാധനങ്ങൾ ഞങ്ങൾക്ക് അവിടെ എത്തി. വളരെ ടേസ്റ്റി ഫുഡായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇന്നത്തെ ഞങ്ങളുടെ യാത്ര അവിടെ